പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുക. ഇന്നത്തെ 1ാമത്തെ വായനയിൽ നമ്മെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്നത്, മനുഷ്യനെ ആശ്രയിക്കുന്നവൻ ശക്തൻ, അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെ എപ്പോഴും ഫലദായകമായിരിക്കും എന്നാണ് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കർത്താവിൽ നിന്ന് തിരിയാതിരിക്കണമെന്നും, അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോരോരുത്തരെ ശപിക്കപ്പെട്ടവരായി മാറുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പ്രത്യാശ ഉള്ളവൻ കർത്താവിൽ ആശ്രയിക്കുന്നവനാണ്. അവനൊന്നും ഭയപ്പെടുകയില്ല. വേനൽക്കാലത്ത് അവന് ഭയമില്ല. അതിൻ്റെ ഇലകളെപ്പോഴും പച്ചയാണ്, അത് ഉണങ്ങിപ്പോവുകയില്ലെന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം അവന് ലഭിക്കുമെന്ന് ജെറമ്യാസ് പ്രവാചകൻ നമ്മെ ഓർപ്പിക്കും. 1ാമത്തെ സങ്കീർത്തനമാണ് പ്രതിവചന സങ്കീർത്തനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ആണ് പറയുക. അവൻ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുന്നില്ല, പാപികളുടെ വഴിയിൽ അവൻ നടക്കുന്നില്ല, പരിഹാസരുടെ പീഠങ്ങളിൽ അവൻ ഇരിക്കുന്നില്ല. അവൻ നേർച്ചാറിനരികെ നട്ടതും യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്നതുമായ ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണെന്ന് ജെറമ്യാസ് പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ സങ്കീർത്തനത്തിലും നാം ഏറ്റുപറയുന്നു. ഇന്നത്തെ 2ാമത്തെ വായനയിൽ പ്രത്യാശയോടുകൂടി നാം ജീവിക്കേണ്ടതിനും കർത്താവിൻ്റെ ഉയർപ്പിലേക്ക് നോക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസവും പ്രസംഗങ്ങളും ഒക്കെ വ്യർത്ഥമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുക. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്യുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നാം ക്രിസ്തു പ്രത്യാശ വെച്ചിട്ടുണ്ട് എങ്കിൽ നാം ഭാഗ്യമുള്ളവരാണ്. എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവർ ആണെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മൾ നിർഭാഗ്യവാന്മാരുമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നമ്മുടെ വിശ്വാസത്തെ കെട്ടിപ്പടുത്തി മുന്നോട്ട് പോകണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നത് ലൂക്കായുടെ സുവിശേഷമാണ്. ഈ സുവിശേഷം മത്തായിയുടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ സമതലത്തിലെ പ്രസംഗമെന്നാണ് പറയുക. സമതലത്തിലേക്ക് ശിഷ്യന്മാരുമായി ഇറങ്ങി വന്നു. മത്തായിയുടെ സുവിശേഷം മലയിലേക്ക് ശിഷ്യന്മാരുമായി കയറിപ്പോയി. 4 അനുഗ്രഹങ്ങളെക്കുറിച്ചും 4 ദുരിതങ്ങളെക്കുറിച്ചുമാണ് ലൂക്ക ഓർമ്മിപ്പിക്കുക. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പലപ്പോഴും നമ്മൾ ഓർക്കുന്നത്, നമ്മൾ ധനവാനായിരിക്കണം, സമ്പന്നനായിരിക്കണം, എല്ലാവരും അംഗീകരിക്കുന്നവനായിരിക്കണം, എല്ലാവരുടെയും മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നവനായിരിക്കണം, എല്ലാവരെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നവനായിരിക്കണം, എല്ലാവരും നമ്മെ നോക്കി ചിരിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാരെന്ന് പലപ്പോഴും നമ്മൾ കരുതും. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ സുവിശേഷ ഭാഗങ്ങളിൽ പറയുന്ന, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. വിശപ്പ് സഹിക്കുന്നവരെ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യർ നിമിത്തം നിങ്ങളെ ദേഷിക്കുകയും പുറന്തള്ളുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ, നിങ്ങളുടെ പേര് ദുഷിച്ചതായി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് മികച്ചു ചാടുവിൻ, സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കുമെന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ലൂക്ക ഒരിക്കലും ഒരു അപ്പോസ്തലനായിരുന്നില്ല, ഒരു വൈദ്യനാണ്. പൗലോസിനെ കൂടെ നടന്ന ഒരു പ്രേക്ഷിതനാണ്. ലൂക്കായുടെ വരവ് ഒരു വിജാതീയ സമൂഹത്തിൽ നിന്നുള്ളതാണ്, ദരിദ്രരുടെ ഒരു സമൂഹത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷകൻ പ്രത്യേകമായിട്ടും ഈ ദാരിദ്ര്യത്തെയും അതുപോലെ അവഗണനയെയും കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ കർത്താവ് സകലർക്കും വേണ്ടി വന്നവനാണെന്ന് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് മനുഷ്യപുത്രൻ നിമിത്തം നിങ്ങൾ അവഹേളിക്കപ്പെടുകയും ദേഷിക്കപ്പെടുകയും തള്ളപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ്. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കണം. ഇന്ന് നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന പല സഹോദരങ്ങളെയും ഇല്ലാതാക്കുന്നു, വെറുക്കുന്നു, അവരുടെ ഭവനങ്ങൾ കത്തിക്കുന്നു, അവരെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ആ ഒരു സമൂഹം തന്നെ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ, ഇതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും
ക്രിസ്ത്യാനികളെ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. എത്രയോ പേരാണ് സന്തോഷത്തോടുകൂടി തങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ജീവിതം സമ്പൂർണ്ണമായിട്ടും ക്രിസ്തുവിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ഒരു പീഡനമായിട്ട് തോന്നുകയില്ല. വിശുദ്ധന്മാരെ എല്ലാം കാണാനായിട്ട് സാധിക്കും. കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ടാണ് പലരും, തമാശ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ആ ജീവിതം സമർപ്പിച്ചത്. എൻ്റെ താടി ഒരു തെറ്റും ചെയ്തിട്ടില്ല തോമസ് മൂർ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് താടിയെ ഉപദ്രവിക്കരുതെന്നാണ് ആരാച്ചാരോട് പറഞ്ഞത്. പലരും പോയ വഴികളിലൊക്കെ കരനിലവിളിച്ചവരെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്തിട്ട് പലരും കടന്നു പോയിട്ടുണ്ട്. പല വിശുദ്ധരും സന്തോഷത്തോടുകൂടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു. ഇന്നും പല ക്രൈസ്തവരും തങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്ക് ഞങ്ങളെ വിശ്വാസം അകറ്റുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. ചിലവരുടെയൊക്കെ വിശ്വാസം കണ്ടുകൊണ്ട് ക്രിസ്ത്യാനി അല്ലാത്തവർ പോലും ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ സംഭവങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കാനായിട്ടുള്ള ഒരു വിളി നമുക്കുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു. ആ ഭാഗ്യമായിട്ട് കരുതുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഈ ഞായറാഴ്ചയിൽ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ ഞെരുക്കങ്ങൾ, ദൗർഭാഗ്യങ്ങൾ എല്ലാം ഒരു ഭാഗ്യമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും ചെയ്യുന്നതും നമുക്ക് ലഭിക്കും. അതല്ലാതെ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ ഒരു ഫലവും കൊടുക്കാതെ ഇങ്ങനെ നിന്ന് ഏതെങ്കിലും ഇങ്ങനെ അവിടെ വിശ്വസിക്കാം ഇവിടെയും വിശ്വസിക്കാം ഇങ്ങനെ അങ്ങ് പോകാം എന്ന ഒരു ഫലവും ഉണ്ടാകില്ലെന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. ജോസഫ് ഫലദായകമായ വൃക്ഷമാണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരണം അവൻ ആറ്റുതീരത്ത് നട്ടപ്പെട്ടവൻ. അതുകൊണ്ട് അവന് വേനൽക്കാലം ഭയക്കേണ്ടതില്ല, ജലം ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എസെക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഔഷധങ്ങൾ ഉണ്ടായി, പലരും ജീവൻ വെച്ചു, പലരും ജീവൻ്റെ സമൃദ്ധിയിലേക്ക് കടന്നു. അതുപോലെ കടന്നു പോകുന്ന വഴികളിലൊക്കെ ക്രിസ്തുവെന്ന നാമം ഏറ്റുപറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തിൽ സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പകർന്നു കൊടുക്കുവാനും ജീവിക്കുവാനും പ്രത്യാശയോടുകൂടി നമ്മുടെ ജീവിതത്തെ നയിക്കാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു വിളി നമുക്കുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. ഈ ബോധ്യം പലപ്പോഴും നഷ്ടപ്പെടുമ്പോഴാണ് അവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ ഓടി നടക്കുന്നത്. ദൗർഭാഗ്യങ്ങളാണ് എനിക്ക് ചുറ്റും എന്ന് ചിന്തിക്കുന്നത്, വേദനകളാണ്, ശപിക്കപ്പെട്ടവനാണെന്നൊക്കെ തോന്നുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് കർത്താവിൽ സമ്പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശ നഷ്ടപ്പെടുത്താതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.